ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്നവരും എന്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമുക്ക് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ സാഹചര്യത്തിൽ ഞാൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ശ്ലോകം, സർവേ വിസുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേ. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി അമേരിക്കയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ഗതികെട്ട ഭരണം, പാവപ്പെട്ടവരുടെ വിലയില്ലാത്ത ഇത്രയും അപകടകരമായ സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക മേഖല പരിതാപകരമായി കൂപ്പുകുത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലെ രാമതുല്യമായിട്ടുള്ള ബിന്ദു ഈ മന്ത്രിമാരെ അവരുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോ ഈ സാഹചര്യത്തിലും 10 ദിവസം മുഖ്യമന്ത്രിയുടെ ചുമതല ഒരാൾ ഏൽപ്പിക്കാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമില്ല എന്നുള്ളതാണ്. 10 ദിവസം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കുണ്ടോ? ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരാഴ്ചക്കാലം ലീവ് എടുത്താൽ ആ മുഖ്യമന്ത്രിയുടെ ഭരണ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഏത് സംസ്ഥാനത്താണ് ഇല്ലാത്തത്? എന്നാൽ കേരളത്തിൽ മാത്രം 2 ആഴ്ച പോയാലും ചുമതല ആർക്കുമില്ല, 1 മാസം പോയാലും ആർക്കും ചുമതലയില്ല. ആകെ മനസ്സിനകത്തുള്ളത് 2 പേരുകളാണ്. ഒന്ന് റിയാസിന്റെ പേരാണ്, മറ്റൊന്ന് വീണയുടെ പേരാണ്. അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് വീണയായതുകൊണ്ടാണ് വീണയെ മാറ്റാൻ ഒരു മടി. കാരണം ഊണിലും ഉറക്കത്തിലും വീണയെ 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 എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണെതിരായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സഖാക്കൾ നടപടി തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ആരാ ഇത് നേതൃത്വം കൊടുക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിരിക്കുകയാണ്. വീണയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവരെ ചുമതലക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ ചുമതലയിൽ നിന്നും നീക്കണമെന്നാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവിനെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇല്ലാതെ പിണറായി നടക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ആവശ്യമുള്ള ഈ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകും എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രം സുഖിക്കാനല്ല കേരളത്തിന്റെ ഭരണകൂടം. ഈ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ അധികാരമേറ്റെടുത്തതിനു ശേഷം നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് 91,500 കോടി രൂപയാണ്. സുഹൃത്തുക്കൾ, കണക്കണം. 91,500 കോടി രൂപ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി രൂപയോളം കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 9 വർഷത്തെ മാറ്റിവെച്ചെങ്കിൽ എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? കേരളത്തിന് ജനങ്ങളിലെ ഇവിടെ കാത്തിരിക്കുന്ന അധികാരികൾക്കറിയില്ലേ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകന്റെ അമ്മ അസുഖമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾക്കറിയുമോ? 3 മണി സമയത്ത് ആ ലാബിലേക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ചീട്ട് എഴുതി കൊടുത്തു. എവിടെയാ ലാബ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലാബിലല്ല, ഉള്ളൂരിലേക്ക് പോകണം. അമ്മയ്ക്കൊറ്റയ്ക്ക് കാവലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ 90,000 രൂപ നൂറിനും സൂചിക്കും ഉൾപ്പെടെ 90,000 രൂപ എണ്ണിക്കൊടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ആ പാവപ്പെട്ട അമ്മയുടെ ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ളതാണ്. പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. ഈ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കേരളത്തിലെ സാർവത്രികമായിട്ടുള്ള ആശുപത്രികളിലും എന്നെയും നിങ്ങളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കാനാണ് 91,500 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയത്. നരേന്ദ്രമോദി 62,000 കോടി പ്ലസ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ പണമെല്ലാം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരാൾ മനസ്സിലാക്കിച്ചുകൊണ്ട് അവരൊക്കെ ഉണ്ടോ എന്ന് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ ടെസ്റ്റ് എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് തന്നെ 7 മാസം ചെയ്യണം. ആലോചിച്ച് നോക്കണം. ഈ കേരളത്തിലെ സാഹചര്യമാണിത്. നിങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അതാണല്ലോ
അച്യുതാനന്ദനായിരുന്നു. ഈ മുഖ്യമന്ത്രി കസേരയിൽ കയറുന്നതിന് മുൻപ് ഈ മഹാനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അച്യുതാനന്ദൻ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങൾക്ക് പുറത്ത് സമരം ചെയ്യുമ്പോൾ ആ പാർട്ടി ചെയ്യാനും പ്രതിഷേധിക്കാനും ഇത് പാവപ്പെട്ടവരുടെ കൂടി കേരളമാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണമെന്ന് പറയാനും ഒരു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ എന്ന് താഴെ വീണു പോയോ അന്ന് തുടങ്ങി തമ്പുരാന്റെ ജന്മി കുടിയാൻ വ്യവസ്ഥിതിയാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത്. ഒരേ ഒരാളേ ഉള്ളൂ, രാജാവ്. രാജാവ് മാത്രം. രാജാവ് നഗ്നനാണ്. പറയാൻ ആർക്കും തന്റെ ഇടമില്ല. വാസവൻ മന്ത്രി പറയുകയാണ്, എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരും ഉരുട്ടിക്കൊന്നതല്ല എന്നാണ് വാസവൻ പറയുന്നത്. ആരും ഉരുട്ടിയിട്ടതല്ല. വാസവന്റെ ബന്ധു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആറന്മുളയുടെ കസേരയിൽ ഇരിക്കുന്നുണ്ടോ? വാസവൻ ഉത്തരം പറയണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആറന്മുളയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് വാസവൻ പറയുന്നതിനനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളെല്ലാം ആ ബന്ധു നീക്കുന്നുണ്ട്. നിങ്ങളെ ഉരുട്ടിക്കൊന്നതല്ല. നിങ്ങൾ കഴിഞ്ഞ 9 വർഷമായി വാസവൻ ഉൾപ്പെടെയുള്ളവർ ഉരുട്ടി വിഴുങ്ങിയതാണ് ഈ കേരളത്തിലെ ഇന്നത്തെ അഴിമതിയുടെ കഥകൾ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പാർട്ടിക്കാർക്കും വേണ്ടി സാഹചര്യം കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തായാലും അച്യുതാനന്ദൻ സഖാവ് നമ്മളെല്ലാവരും കാണുന്നത് പോലെ ഈ സാഹചര്യത്തിൽ കിടക്കുന്നുണ്ടെങ്കിലും വി.ഡി. സതീശൻ ഇടയ്ക്കിടയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ക്ഷീണിച്ചാൽ ചായ വാങ്ങി കൊടുക്കാൻ പോകുന്നു. അതിനെയാണ് ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ സാധിക്കും, ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കും. MLA-മാർ, MP-മാർ, മന്ത്രിമാർ, നിങ്ങൾ എല്ലാവരും എത്ര രൂപ എഴുതിയിട്ടുണ്ട്? ചികിത്സാ ചെലവ്, ആ ചികിത്സയുടെ കണക്ക് ജനങ്ങൾക്കറിയണ്ടേ? നിങ്ങൾ എത്ര പേര് തിരുവനന്തപുരത്ത് അഡ്മിറ്റായി? വാസവന് പനി വന്നാൽ, രോഗം വന്നാൽ വാസവൻ പറയുന്നത് എന്താണ്? ഞാൻ എല്ലാ സമയത്തും കോട്ടയം മെഡിക്കൽ കോളേജാണ്. പക്ഷെ വാസവൻ അറിയില്ലേ, 60 വർഷമായിട്ട് വീഴാറായി നിലംപൊത്താറായി കിടക്കുന്ന ഒരു കെട്ടിടം അവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? 16 കോടി രൂപയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു പുതിയ കെട്ടിടം പണിയിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഗവൺമെന്റ് തൊട്ട് ടെൻഡർ കൊടുത്തു, പണി തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് മഹാരാഷ്ട്രയില് അടൽ സേതു പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ടെൻഡർ കൊടുത്തു, പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. അതിനെത്രയാ തുകയെന്നറിയുമോ? 18,000 കോടി. മഹാരാഷ്ട്രയിലെ അടൽ സേതു പാലത്തിന്റെ 18,000 കോടിയുടെ ബിഗ് പ്രൊജക്ട്, 22 കിലോമീറ്റർ കടലിന് അടിയിലൂടെയുള്ള ആ സേതു, അടൽ സേതു ഉദ്ഘാടനം നടത്തിയിട്ടും 16 കോടിയുടെ ഗോതമ്പുണ്ട ഉദ്ഘാടനം നടത്താൻ നിങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭരണമാണ് കേരളത്തിൽ നിങ്ങൾ നടത്തുന്നത്? എന്താണ് നിങ്ങളുടെ വികസനം? നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണോ ഭരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാരും തന്റെ മകനും മകളും കൊള്ളയടിച്ച സ്വത്തൊക്കെ എണ്ണി പരിശോധിച്ചിട്ടാണ് നമ്മുടെ മഹാൻ തിരിച്ചു വരിക. അല്ലാതെ വെറും ഒരു രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയല്ല സഖാവ് പിണറായി വിജയൻ. എങ്ങനെയാണ് പിണറായി വിജയൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത്ര കണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ടെൻഡറുകൾ കൊടുത്തത് എന്നതിനെ കുറിച്ചും ഞങ്ങൾ കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കും. അത് നിങ്ങൾ പരിശോധിക്കേണ്ടി വരും. നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് കൊല്ലം ജില്ലയിൽ ഈ ആശുപത്രിയുടെ മുന്നിൽ ഞങ്ങൾ നടത്തുന്നത് ഒരു സൂചനാ സമരമാണ്. നേരത്തെ ജില്ലയുടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ, ഒരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്യുന്നില്ല, തൊട്ടപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഈ കോളേജിൽ ഈ ആശുപത്രിയിൽ കയറണോ വേണ്ടയോ എന്ന് ഇവിടുത്തെ BJP-യുടെ പ്രവർത്തകന്മാർ നേതൃത്വത്തിലുള്ള തീരുമാനമെടുക്കും. നിങ്ങൾ ഇവിടെ വന്നേ പറ്റൂ. നിങ്ങൾ ഈ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ തലവനാണെങ്കിൽ, അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടറാണെങ്കിൽ, നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്.
മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നാളെ ട്രോളാൻ സാധ്യതയുള്ളത് കൊണ്ട് മുൻകൂറായിട്ട് ഞാൻ പറയുകയാണ്, തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ജാതിയോ മതമോ വർഗമോ വർഗമോ ഇല്ല. ഞങ്ങളുടെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ നിങ്ങളുടെ ഉമ്മമാർക്ക് വേണ്ടി, നിങ്ങളുടെ അമ്മച്ചുമാർക്ക് വേണ്ടി, നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ കൊണ്ട് കണക്ക് പറയിക്കും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ്, നെഞ്ചിൽ കൈവിട്ട പ്രതിജ്ഞ കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ 50 വ്യക്തി കഥ പറഞ്ഞു. 30 ലക്ഷം ആളുകളാണ് അത്രേ പിണറായി പറയാണ്. 30 ലക്ഷം ആളുകളാണ് ആരോഗ്യ വകുപ്പിൽ ചികിത്സ തേടി വരുന്നത്. അതിന് 30 ലക്ഷം ആളുകൾ ചികിത്സ തേടി വന്നാൽ 50 പേർക്ക് ഒരാൾ വെച്ച് അവരെ ചികിത്സിക്കാനുള്ള സംവിധാനം അത് കേരളത്തിൽ ഉണ്ടാകണം. ഇവിടെ ഡോക്ടർമാര് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. MBBS കഴിഞ്ഞ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ, MD കഴിഞ്ഞ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ആശുപത്രിയിൽ മാത്രമല്ല മരുന്നുണ്ടാക്കാൻ വേണ്ടി ഗുജറാത്തിലും ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും മരുന്ന് കമ്പനികളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, IIT-യും IIM-ലും പഠിച്ച കേരളത്തിലെ ചുണക്കുട്ടന്മാരായിട്ടുള്ള മക്കളുണ്ട്. എന്നാൽ ഇവിടെയോ പണ്ട് ആലപ്പുഴയിലെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കാലത്ത് കൊണ്ടുവന്ന ഒരു മരുന്ന് ഉൽപാദന കേന്ദ്രം ഒഴിച്ച് ഒരൊറ്റ സ്ഥലത്ത് 10 പാരാസെറ്റമോൾ പോലും ഉണ്ടാക്കാനുള്ള ഒരു മരുന്ന് പ്രൊഡ്യൂസ് കമ്പനി ഈ കേരളത്തിന്റെ മണ്ണിലില്ല. ഓരോ മാസവും കോടിക്കണക്കിന് രൂപയ്ക്ക് പർച്ചേസിന് പോവുകയാണ് വീണ ജോർജ്. എന്താ പർച്ചേസ്? വീണ ജോർജ് കോടിക്കണക്കിന് രൂപയുടെ മരുന്നിന് പർച്ചേസിന് പോകുമ്പോ മരുന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും 2 കമ്പനികളിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ച് ചർച്ചയില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദയെ കാണാൻ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അരമണിക്കൂർ സമയം അനുവദിച്ചപ്പോ വീണ ജോർജ് പറയുകയാണ്, ഞാൻ സമയം ചോദിച്ചു, നദ്ദ സമയം തന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ വീണയെ ഞങ്ങൾ കൊണ്ടുപോകാം, ഞങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അടുത്തിരുത്താം, നിങ്ങൾക്ക് തന്ന കാശിന്റെ കണക്ക് അവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കൂടി കേൾക്കാം. പക്ഷേ അതിനൊരു മറുപടിയും വീണ ജോർജ് കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈനാം പേച്ചിക്ക് മരപ്പട്ടിയല്ലേ കൂട്ടുണ്ടാകും. ഈനാം പേച്ചിക്ക് നല്ലൊരു കൂട്ട് കിട്ടുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നിനൊന്ന് മെച്ചമാണെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അതിനേക്കാൾ മെച്ചമാണ്. നിങ്ങൾ തല ഉയർത്തി നിന്ന് സംസാരിക്കണം മിസ്റ്റർ അല്ല മിസ്സിസ്. നിങ്ങൾ ഇതുകൊണ്ട് പറയണം മുഖ്യമന്ത്രിയോട്, ഈ കേരളം നമ്പർ 1 കേരളമല്ല. നിങ്ങൾ പറയണം, ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, ആവശ്യത്തിന് മരുന്നില്ല, ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിയില്ല, നൂലില്ല. പിന്നെയോ ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്ത വയറിനകത്ത് എന്നിട്ടോ വയർ കത്തിറിക കുടുങ്ങിയ സഹോദരി, അവൾ മാസങ്ങളോളം അവരുടെ കുടുംബം പോറ്റാൻ നിർവാഹമില്ലാതെ നമ്മളോടെല്ലാം ദയവ് യാചിച്ചുകൊണ്ട് ആ പാവം സഹോദരി സമരരംഗത്ത് വരും. വീണ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് പറയും, ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. ആലപ്പുഴയിലെ പാവപ്പെട്ട ഭാര്യ മരിച്ചു, ചികിത്സാ പിഴവുകൊണ്ട് അവിടെ ചെന്നപ്പോ വീണ പറഞ്ഞു, ഒറ്റപ്പെട്ട സംഭവമാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ജില്ലാ ആശുപത്രി മുന്നിൽ 2 മരണങ്ങളുണ്ടായി. അവിടെ ചെന്നു കണ്ണീരൊലിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊറ്റപ്പെട്ട സംഭവമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജില് ആശുപത്രി മുറി കത്തി, അപ്പൊ പറഞ്ഞു, ഇതൊറ്റപ്പെട്ട സംഭവമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പൂർണ്ണ ഗർഭിണി പായയും തളയണയും കൊണ്ടുവന്ന് വരാന്തയിലെ പാവിരിച്ച് കിടക്കണം, അപ്പൊ പറയാൻ ഒറ്റപ്പെട്ട കാഴ്ചയാണ്. അല്ല, ഇത് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ബജറ്റിലെ തുക വെട്ടിമാറ്റുന്നത് നിങ്ങൾ വകമാറി നിർവഹിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് നിങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ കണക്ക് പറയിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതെത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും നന്ദി. അടുത്തതായി കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി